പാരമ്പര്യ വൈദ്യൻ മൈസൂരു സ്വദേശി ഷാബാസ് ഷെരീഫ് വധക്കേസിന്റെ വിചാരണ ഇന്ന് മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ തുടങ്ങും. മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാതെ വിചാരണയിലേക്ക് കടക്കുന്ന കേരളത്തിലെ അപൂർവം കൊലക്കേസുകളിൽ ഒന്നാണ് ഷാബാസ് ഷെരീഫ് കേസ്. അപൂർവങ്ങളിൽ അപൂർവമെന്ന് വിലയിരുത്താൻ കഴിയുന്ന കേസുകളിലൊന്നാണ് ഷാബാസ് ഷെരീഫ് വധക്കേസ്. 2009 ഓഗസ്റ്റിലാണ് കേസിനാസ്പദമായ സംഭവം തുടങ്ങുന്നത്. മൈസൂരു സ്വദേശി ഷാബാസ് ഷെരീഫിനെ മൂലക്കുരു മരുന്നിന്റെ ഒറ്റമൂലി രഹസ്യമറിയാൻ വേണ്ടി നിലമ്പൂർ മുക്കട്ട സ്വദേശി ഷൈബിൻ അഷ്റഫിന്റെ സംഘം തട്ടിക്കൊണ്ടുവന്ന് 1 വർഷത്തിലധികം തടവിൽ പാർപ്പിച്ചെന്നും പിന്നീട് കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കിയെന്നുമാണ് പ്രോസിക്യൂഷൻ കേസ്. മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പോലീസിനായില്ല. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പിൻബലവും കേസിന് ലഭിക്കില്ല. എന്നാൽ ഷാബാസ് ഷെരീഫിന്റെ മുടി കണ്ടെത്തിയതിനാൽ ശാസ്ത്രീയ പരിശോധനകളും തെളിവും കേസിന്റെ വിധിയിൽ ഏറെ നിർണായകമാണ്. ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളുമാണ് കേസിൽ പ്രധാനമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് EM കൃഷ്ണൻ നമ്പൂതിരി. ഇത് കണക്ട് ചെയ്യാൻ കഴിയും. സാഹചര്യ തെളിവുകൾ അതുപോലെ തന്നെ ശാസ്ത്രീയമായ തെളിവുകളും ഈ കേസിലെ കുറ്റകൃത്യം തെളിയിക്കുന്നതിന് സാധിക്കും എന്ന ആത്മവിശ്വാസമാണ്. കേസിലെ 7ാം പ്രതിയായിരുന്ന സുൽത്താൻ ബത്തേരി കൈപ്പഞ്ചേരി തങ്ങളകത്തെ നൌഷാദ് എന്ന മോനുവിനെ മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 2 മാപ്പുസാക്ഷിയാക്കിയിരുന്നു. മുക്കട്ടയിൽ തടവിലാക്കപ്പെട്ട ഷാബാസ് ഷെരീഫിന് കാവലിരുന്നത് നൌഷാദായിരുന്നു. കൊല നടത്തിയത് 1ാം പ്രതിയായതിനാൽ 7ാം പ്രതിക്ക് മേൽ കൊലക്കുറ്റം ചുമത്തിയിരുന്നില്ല. മൃതദേഹം കഷ്ണങ്ങളാക്കി നുറുക്കുന്നതിനും പിന്നീട് പുഴയിൽ തള്ളുന്നതിനായി കൊണ്ടുപോയതിന് സഹായിച്ചുവെന്നുള്ള കുറ്റമാണ് നൌഷാദിന് മേൽ ചുമത്തിയിട്ടുള്ളത്. ആദ്യം നൌഷാദിനെ കോടതി വിസ്തരിക്കും. നൌഷാദ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ മാത്രമാണ് ഷാബാസ് ഷെരീഫ് വധം പുറം ലോകമറിഞ്ഞത്. നൌഷാദിന് അദ്ദേഹത്തിന്റെയും കൂടി അപേക്ഷ ബഹുമാനപ്പെട്ട കോടതി പരിഗണിച്ചുകൊണ്ട് മാപ്പുസാക്ഷിയാക്കി. അപ്പം നാളെ വിചാരണ നമ്മൾ തുടങ്ങുമ്പോൾ മാപ്പുസാക്ഷിയായിട്ടുള്ള നൌഷാദിന്റെ വിചാരണയാണ് നാളെ. അതിനു വേണ്ടിയിട്ടാണ് വെച്ചിട്ട്. വ്യവസായി ഷൈബിൻ അഷ്റഫും ഭാര്യയുമടക്കം 15 പ്രതികളുള്ള കേസിൽ 2 പേരെ ഇനിയും പിടികൂടാനായിട്ടില്ല. ഇവർക്ക് വേണ്ടി കഴിഞ്ഞ വർഷം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താത്ത രാജൻ കേസിന് സമാനമാണ് ഈ കേസെന്ന് പ്രോസിക്യൂഷൻ തന്നെ വിലയിരുത്തുമ്പോൾ സംസ്ഥാനത്തെ നീതിന്യായ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന കേസുകളിലൊന്നാകും ഷാബാസ് ഷെരീഫ് വധമെന്ന് ഉറപ്പാണ്. ന്യൂസ് 18 മലപ്പുറം. ദുരന്തത്തിൽ